അധികാര വടംവലികളും നടത്തുന്ന ഒരു മുന്നണി നാളെ സംസ്ഥാന നിയമസഭയിൽ അല്ലെങ്കിൽ സംസ്ഥാന ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ ഇതെന്ന് വോട്ട് ചെയ്യുന്ന ജനങ്ങൾ ചിന്തിച്ചാൽ അത്ഭുതപ്പെടാനില്ല. ഈ മേയർ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചിട്ടുള്ള വളരെ പ്രകടമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ലത്തീൻ സഭ വളരെ ഓപ്പണായിട്ട് വന്നിട്ട് പറഞ്ഞു, ഒരു ലത്തീൻ സമുദായത്തിൽ നിന്നുള്ള ഒരാളിനെ ഇതാക്കണമെന്ന് പറഞ്ഞു, മേയറായിട്ട് തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനില്ല, അങ്ങനെ ആരും പറയുന്നത് നമ്മൾ അംഗീകരിക്കത്തില്ല എന്നെല്ലാം വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു. പക്ഷേ ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും മേയർ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ തിരഞ്ഞെടുപ്പും അതും ബാക്കി വയ്ക്കുന്നത് അത്ര സുഖകരമായിട്ടുള്ള ഒരു അനുഭവമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ ഒരു നഗരസഭകളിലെ ഭരണ ചുമതലയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇത്രയധികം തർക്കങ്ങളും അധികാര വടംവലികളും നടത്തുന്ന ഒരു മുന്നണി നാളെ സംസ്ഥാന നിയമസഭയിൽ അല്ലെങ്കിൽ സംസ്ഥാന ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ ഇതെന്ന് വോട്ട് ചെയ്യുന്ന ജനങ്ങൾ ചിന്തിച്ചാൽ അത്ഭുതപ്പെടാനില്ല. അത് ആ ഒരു വികാരം കണക്കിലെടുത്ത് വേണം കോൺഗ്രസിൻ്റെ നേതാക്കളോ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേതാക്കളും ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു മുന്നറിയിപ്പാണ് എറണാകുളം കോർപ്പറേഷനിലെ മേയറെ സംബന്ധിച്ചിട്ടുള്ള ഈ തർക്കങ്ങൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 3 പേരായിരുന്നു പ്രധാനമായിട്ടും ഉള്ളത്. അതിൽ ഏറ്റവും പ്രമുഖമായിട്ട് ഈ പേരുകൾ വന്നത് ദീപ്തി മേരി വർഗീസിൻ്റെ പേരാണ്. അവർ KPCC ജനറൽ സെക്രട്ടറിയാണ്. അവരെ ഒഴിവാക്കിയ രീതിയെക്കുറിച്ച് അവർ വളരെ പരസ്യമായിട്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അവരെ സംഘടനാപരമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് അവരെ ഒഴിവാക്കിയതെന്നും അത് വേണ്ട നിലയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുമെല്ലാമാണ് അവരുടെ പരാതി. അവർ മാത്രമല്ല, വേറൊരു KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഭിലാഷ് എന്ന് പറയുന്ന ആളും അദ്ദേഹവും ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് പാർട്ടി നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സാമുദായികവും അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺസിഡറേഷൻസ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു പക്ഷേ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് സാമുദായികവും സാമ്പത്തികവും മറ്റുമായിട്ടുള്ള പലതരം സ്വാധീനങ്ങളുടെ ഫലമായിട്ടാണ് ഓരോ സ്ഥാനമാനങ്ങളും പങ്കുവയ്ക്കപ്പെടുന്നതെന്നാണ്. ഇപ്പം ഇന്ന് രാവിലെ നമ്മുടെ ഒരു സുഹൃത്തായ ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അദ്ദേഹം 3 തവണ കൗൺസിലറായിട്ടുള്ള, എറണാകുളത്ത് നിന്ന് കൗൺസിലറായിട്ടുള്ള ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധി, അദ്ദേഹത്തിൻ്റെ പേര് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് വളരെ ഇതായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അതനുസരിച്ചിട്ട് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം വളരെ ശ്രദ്ധേയമാണ്. ഡെപ്യൂട്ടി മേയർ ആവുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് അതല്ല, എന്നെ വിറ്റുപോയി എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാധനം, അല്ലെങ്കിൽ ഇങ്ങനെ വിറ്റുപോയി എന്ന് പറയുന്ന തരത്തിലുള്ള നിലയിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്, വളരെ ക്രൂഷ്യലായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കഴിയുകയും വളരെ നിർണായകമായ മറ്റൊരു തെരഞ്ഞെടുപ്പ് പടിവാതിലിലെത്തി നിൽക്കുകയും ചെയ്യുമ്പോൾ UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും തങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഗുണകരമാവില്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുക.